أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറത്തുൽ ബഖറയിലെ 7-ാമത്തെ വചനത്തിൻ്റെ തഫ്സീറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അർത്ഥം ഇപ്രകാരമാകുന്നു: സത്യത്തെ മനഃപൂർവ്വം നിഷേധിച്ചവരാരോ അവർക്ക് നീ മുന്നറിയിപ്പ് നൽകുന്നതും നൽകാതിരിക്കുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം സമമാണ്. ഈ സ്ഥിതിക്ക് മാറ്റം വരുന്നതുവരെ അവർ വിശ്വസിക്കുകയില്ല. ഇവിടെ ഖുർആനിൽ വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെറിയ മാർഗദർശനത്തിൽ നിന്ന് ഉയർന്ന മാർഗദർശനത്തിലേക്ക് വളരുകയും ചെയ്യും. ഒടുവിൽ അവരുടെ ബന്ധം മാർഗദർശനവുമായി ശാശ്വതമാവുകയും അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ വെളിച്ചം ലഭിച്ച് അവരുടെ ആത്മീയ യാത്ര വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യും. ഈ ആയത്തിൻ്റെ 2-ാമത്തെ ഭാഗത്ത് വിശദീകരിക്കുന്നത് എന്തെന്നാൽ, ഖുർആനിലെ ആയത്തുകൾ കേട്ടിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരുടെ പരിണിത ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഖുർആൻ്റെ ഉപദേശങ്ങൾ കേട്ട് അവഗണിക്കുകയും എല്ലാ തെളിവുകളും ലഭ്യമായിട്ടും അതിനെ നിഷേധിക്കാൻ വാശി പിടിക്കുന്നവരെയും കുറിച്ച് ഈ ആയത്തിൽ പരാമർശിക്കുന്നു. തെളിവുകൾ വ്യക്തമായിട്ടും സത്യം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവർക്ക് വിശ്വാസം ലഭിക്കുകയില്ല. കാരണം തെളിവുകളിൽ നിന്നും ന്യായങ്ങളിൽ നിന്നും പ്രയോജനം നേടാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ വിശ്വാസം ലഭിക്കൂ. തുടർന്ന് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വിശ്വാസികളല്ലാത്തവരിൽ നിന്ന് ഇനി ആരും വിശ്വസിക്കുകയില്ല എന്ന് ഈ സൂക്തം അർത്ഥമാക്കുന്നില്ല. കാരണം ഈ സൂക്തം അവതരിച്ചതിന് ശേഷം ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നത് ഈ സംഭവം ചരിത്രപരമായ വസ്തുതയും കൂടിയാണ്. വാസ്തവത്തിൽ ഈ സൂക്തത്തിന് ശേഷം സൂറത്തുൻ നസ്ർ അവതരിച്ചു. അതിൽ അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ സഹായവും വിജയം വരുമ്പോൾ ജനങ്ങൾ കൂട്ടം കൂട്ടമായി അള്ളാഹുവിൻ്റെ മതത്തിൽ പ്രവേശിക്കുന്നത് നീ കാണും. അപ്പോൾ സൂറത്തുൽ ബഖറയിലെ ഈ സൂക്തം അവതരിച്ച വർഷങ്ങൾക്ക് ശേഷം ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമെന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിരിക്കെ ഈ സൂക്തം കാഫിറുകൾ വിശ്വസിക്കുകയില്ല എന്ന അർത്ഥം നൽകുന്നത് ശരിയല്ല. കാഫിർ എന്നാൽ നിഷേധിക്കുന്നവൻ എന്നാണ് അർത്ഥം. സത്യം അറിയാത്തവരും അതിൻ്റെ തെളിവുകൾ അവരുടെ മനസ്സിൽ പതിയാത്തവരുമായ ആളുകളുടെ മുന്നിൽ സത്യം വരുമ്പോൾ അവർ താൽക്കാലികമായി അതിനെ നിഷേധിക്കാൻ നിർബന്ധിതരാകും. എന്നാൽ അവരിലെല്ലാവരും സത്യം വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷവും നിഷേധിക്കുന്നവരായിരിക്കില്ല. ബുദ്ധിപരമായ കഴിവുകൾ പരിഗണിച്ച് എല്ലാവർക്കും ആദ്യ ദിവസം തന്നെ സത്യം വ്യക്തമാകണമെന്നില്ല. അതിനാൽ അങ്ങനെയുള്ളവരെല്ലാം ഈ സൂക്തത്തിലെ വിവക്ഷയിൽ വരുന്നവരല്ല. സത്യം വ്യക്തമായതിനു ശേഷവും നിഷേധിക്കുന്നവരും സത്യം തനിക്ക് വെളിപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്നവരുമാണ് ഈ സൂക്തത്തിൽ യഥാർത്ഥത്തിലുള്ള ആളുകൾ. ഈ 2 അവസ്ഥകളും മാറാതെ ഒരാൾക്ക് വിശ്വസിക്കാൻ സാധ്യമല്ലെന്ന് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. തുടർന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന് 3 തരത്തിലുള്ള അർത്ഥം നൽകുന്നുണ്ട്. അതിലൊന്ന്, അവരുടെ ഈ വാശി മാറ്റുന്നത് വരെ അവർക്ക് സന്മാർഗം ലഭിക്കുകയില്ല എന്നതാണ്. രണ്ടാമത്തേത്, താക്കീതിനോട് പ്രതികരിക്കാത്ത ആളുകളെ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിൽ പ്രയോജനമില്ല, അവർ വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ള എന്തെന്നാൽ, കേൾക്കാൻ പോലും ആഗ്രഹിക്കാത്തവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല, അവർക്ക് അത് ഒരുപോലെയാണ്. കാരണം അവർ അത് കേൾക്കുകയില്ല, അങ്ങനെയുള്ള ആളുകളും വിശ്വസിക്കുകയില്ല എന്ന് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. തുടർന്ന് സവാഉൻ അലൈഹിം എന്ന പദത്തിനെ സംബന്ധിച്ചുള്ള ഒരു തെറ്റായ വാദവും അതിനുള്ള മറുപടിയും ഹുദൂർ മനസ്സ് നൽകുന്നുണ്ട്. ഈ ആയത്തിൽ ഒരു അവസ്ഥയുടെ ഫലം പറയുന്നത് കൊണ്ട് ആ അവസ്ഥ മാറില്ല എന്ന് അർത്ഥമാക്കുന്നില്ല. താക്കീത് നൽകുന്നതും നൽകാത്തതും ഒരുപോലെയായ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലെന്നതിൽ സംശയമില്ല. എന്നാൽ ഈ അവസ്ഥ എപ്പോഴും നിലനിൽക്കണമെന്നില്ല. വലിയ ആയിട്ടുള്ളവർ പോലും ചിലപ്പോൾ അവരുടെ വാശി ഉപേക്ഷിക്കുകയും അപ്പോൾ അവർക്ക് സന്മാർഗത്തിൻ്റെ വഴി തുറക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം 2-ാമത്തെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ സ്വയം കേൾക്കുക മാത്രമല്ല മറ്റുള്ളവരെ കേൾക്കുന്നതിൽ നിന്ന് പോലും വിലക്കിയിരുന്നു എന്ന ചരിത്രത്തിൽ കാണാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഒരു ദിവസം അദ്ദേഹം തൻ്റെ അളിയനെ ഖുർആൻ കേൾക്കുന്നതിന് മർദ്ദിക്കാൻ തുടങ്ങി. സഹോദരി ഇടയിൽ വന്നപ്പോൾ അവർക്ക് പരിക്കേറ്റു. സ്ത്രീക്ക് പരിക്കേറ്റത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നുകയാണ്. ആ കുറ്റബോധം കാരണം അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് വായിക്കുന്നത് എന്ന് എനിക്ക് കൂടി കാണിച്ചു തരിക. അതിനുശേഷം ഖുർആനിലെ കുറച്ച് ഭാഗം വായിച്ച ശേഷം തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായത്.
അതിനാൽ ഈ അവസ്ഥ തീർച്ചയായും വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്നു. പക്ഷേ ഈ അവസ്ഥ മാറുകയും അപ്പോൾ തന്നെ വ്യക്തിക്ക് വിശ്വാസം ലഭിക്കാനുള്ള വഴി തുറക്കുകയും ചെയ്യുന്നു. ഈ ആയത്തിൻ്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.